ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒഡീഷയിലാണ്. ഒഡീഷയിൽ ബോണ്ട ട്രൈബ് എന്ന് പറഞ്ഞൊരു ട്രൈബ് ഉണ്ട്. ആ ട്രൈബിലെ ഒരു വില്ലേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ രാവിലെ തൊട്ട് വേറെ ഏതോ പല വില്ലേജിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നിവിടെയാണ് നിൽക്കാൻ പോകുന്നത്, ഈ ഒരു വില്ലേജിൽ. സോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സീരിയസ്ലി, ഞാൻ ഇവിടുന്ന് ഒരു മലയാളിയെ കണ്ടു. അപ്പോൾ ഇവിടെ 2 മലയാളീസ് ഉണ്ട് ഫാമിലി ആയിട്ടെല്ലാം നിൽക്കുന്നത്. പക്ഷെ അവർക്ക് വീഡിയോയിൽ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരോട്ട് ഞാൻ സംസാരിച്ച സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി. നമുക്ക് ഗൂഗിളിൽ പോലും കിട്ടാത്ത ഒരുപാട് ഇൻഫോർമേഷൻസാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഈ ഗ്രാമത്തിലുള്ളപ്പോൾ ഗ്രാമത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്, എന്താണ് ഇവിടുത്തെ ജീവിത രീതി എല്ലാം അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നോക്ക് എത്ര പിള്ളേരാ. ഹായ് ഹായ്, ഹലോ. നോക്ക് എന്തോരം പിള്ളേരാ. എല്ലാവരും ആ പ്രായക്കാരെല്ലാവരും ഒരുമിച്ച് കളിക്കുന്നതാണെന്ന് തോന്നുന്നത്. നമ്മളെ നാട്ടിലെല്ലാം പണ്ട് കളിക്കുന്ന പോലെ ടയറെല്ലാം ആയിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇപ്പെല്ലാം ഇവിടെ ഇങ്ങനെ മോഡേണായി മാറിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ വഴിയെല്ലാം പറഞ്ഞുതരാം കേട്ടോ ഇവിടുത്തെ ട്രൈബിനെ പറ്റിയെല്ലാം. ഞാനിങ്ങനെ കിളി പോയിട്ടിരിക്കുവാണ് ട്രൈബിൻ്റെ ഓരോ കാര്യങ്ങളെല്ലാം കേട്ടിട്ട്. ഇപ്പോൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ള ഒരു ടൈപ്പ് പുഴു ഉണ്ടല്ലോ, ആ പുഴുവെല്ലാം ഇവിടെ കഴിക്കും. നമ്മൾ നാഗാലാൻഡിലൊക്കെ അത് കോമൺ ആയിട്ട് കഴിക്കുന്ന ആ സിൽക്ക് വേം, അതുപോലെ തന്നെ ഇവിടെ ഒരു കൈൻഡ് ഓഫ് പുഴു അവർ കഴിക്കും. പിന്നെ ഉറുമ്പുണ്ടല്ലോ, ഉറുമ്പ് വെച്ചിട്ടുള്ള ചമ്മന്തി അതെല്ലാം കഴിക്കും. അപ്പോൾ അതെല്ലാം കിട്ടുകയാണെങ്കിൽ എനിക്ക് കഴിച്ച് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്. നോക്കി നോക്കാം എന്തൊക്കെ കിട്ടും എന്നുള്ളത്. ഇപ്പോൾ ഉണ്ടോ, ഇപ്പം എല്ലാം വീടെല്ലാം ഇങ്ങനെ ഗവൺമെൻറ് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരു വീട്ടിൽ ഒരു വീട് എന്നുള്ള രീതിയിൽ വീട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിമെൻ്റൊക്കെ ഇട്ടുള്ള വീടുള്ളത്. പണ്ടെല്ലാം വെറുതെ മണ്ണ് മാത്രം ഇട്ടിട്ട് മുകളിൽ മറ്റേ ഇങ്ങനെ ഓല മേഞ്ഞ പോലെ ഓരോ പുല്ല് പോലെയെല്ലാം ഇട്ടിട്ട് അങ്ങനെയാണ് വീടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അത് മാറിക്കൊണ്ടിരുന്നത്. ഏകദേശം ഒരു 2 വർഷമായിട്ടുള്ളൂ ഇങ്ങനെ വീടുകൾ വന്നു തുടങ്ങിയിട്ട്. അതായത് ഇങ്ങനെ മണ്ണല്ലാത്ത വീടുകൾ. ഇത് കണ്ടോ, ഇതിൻ്റെ മുന്നേ ഈ ഓടുണ്ടല്ലോ, ഈ ഓടിന് പകരം പുല്ലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഈ വീട്ടിലൊന്നും ആൾക്കാർ വന്നിട്ടില്ല. അതായത് ഈ സമയത്തെന്ന് പറഞ്ഞാൽ എന്താ പറയുക, മറ്റേ ഇതുണ്ടല്ലോ, കൃഷിയിടങ്ങളിലേക്ക് പോയിരിക്കുകയാണ് പണിക്ക്. അപ്പോൾ അവർ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവരാരും കാണാത്തത്. അപ്പോൾ ഒന്നുകൂടി ഇരുട്ടായി കഴിയുമ്പോഴായിരിക്കും അവരെല്ലാം വരുന്നത് കേട്ടോ. അവിടെയൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട്. എന്തോ ഒരു തീയെല്ലാം കത്തിക്കുന്നുണ്ടല്ലോ. അവിടെ തണുപ്പായതുകൊണ്ട് ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനെ ആ ഗ്രാമത്തിൽ ആ വീടിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് കണ്ടോ. വണ്ടിയെല്ലാം ഉണ്ട്. ഇത് മെഡിക്കൽ പർപ്പസിനെല്ലാം യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഇവർ എന്താ പറയുക, ഇങ്ങനെ സ്കൂളും അല്ലെങ്കിൽ മെഡിക്കൽ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പം ഈ അടുത്താണ് ഇതെല്ലാം വന്നത്. അതും ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് രീതിയിൽ തന്നെ ഉള്ളൂ. ഇവിടെയൊക്കെ വീടുകളിൽ തന്നെ മത്തനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വലിയ മത്തനെല്ലാം. ഇവിടെ എല്ലാ വീട്ടിലും കോഴിയും പന്നിയും പശു എല്ലാം കാണാം. പന്നി നോക്ക്, പന്നിയെല്ലാം ചെറുതാ, മെലിഞ്ഞ പന്നികളെല്ലാം, കളറും കറുപ്പാണ്. ഇവിടെ നോക്ക്, അവർ ഭക്ഷണം ഉണ്ടാക്കാണ് രാത്രിക്കുള്ളത്. ഇവിടെ 3 നേരവും കഴിക്കുന്നത് അരി ഭക്ഷണം, ചോറ് തന്നെയാണ് കേട്ടോ. ഇവരിങ്ങനെ ചട്ടിയിലാക്കിയിട്ട് വെച്ചിട്ടാണ് അവരിങ്ങനെ തിളപ്പിക്കുന്നത്. അതിൻ്റെ വീട് ഹലോ, നമസ്തേ. ഹിന്ദി നോ ബോണ്ട. ഇതേ വീടിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഇത് മണ്ണ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ എല്ലാം കരി പിടിച്ചിരിക്കുന്നുണ്ട്. ഞാനിതാ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അവരെൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെല്ലാം വന്ന് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. കണ്ടോ ഇതൊക്കെ അവരെന്തൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പയറാന്ന് തോന്നുന്നു, കരിഞ്ഞ പോലെ ഇരിക്കും. നോക്ക്, വളരെ കറുത്ത രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നു. ഇവിടെ വേറെ എന്തോ ഒരു ചമ്മന്തി. ഇത് ഉറുമ്പിൻ്റെ ചമ്മന്തിയാണോ കേട്ടോ ഇത് നോക്ക്. അയ്യോ, ഇപ്പം കാണുന്നത് കണ്ട, ഇതാ പുളിയുറുമ്പ് ഉണ്ടല്ലോ. ലൈറ്റ് അടിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ആ പുളിയുറുമ്പിൻ്റെ ചമ്മന്തിയാണ് കേട്ടോ ഇവർ സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പയറെല്ലാം കറുത്ത് പോയിട്ട് ഇത്രയും കറുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്ത്, ഇതിലെ മൊത്തം പൊടി എന്തൊക്കെയോ ആണ്. എല്ലാത്തിലും കരിയാണ് കാണുന്നത്. ക്യായോ ഉദർ मंडिया है, सुमा थोड़ा है। ओ क्या? मंडिया रागी। दीदी मंडिया में क्या बोलते हैं? ഇവർ ഒത്തിരി ആഴ്ച മില്ലറ്റ് ഉണ്ടാക്കി എടുക്കും. അവര് ശേഖരിച്ച് വെച്ചേക്കുന്നതാണ്. സുമാ ദീദി, ഈ കാണുന്നത് അവര് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള റാഗിയാണ് കേട്ടോ.
2 ടൈപ്പ് റാഗി എന്തുണ്ടോ, 2 പല കളറാണെന്ന് തോന്നുന്നു. നമ്മളെ നാട്ടിലൊക്കെ അരി സേവ് ചെയ്യുന്ന പോലെയാണ് അവർ ഇവിടെ റാഗി സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അവർക്ക് ഈവൻ കിടക്കാനൊന്നും അങ്ങനെ സ്ഥലമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവർ ഒരു സമയമാവുന്ന സമയത്ത് കാട്ടിലേക്ക് പോയിട്ട് ഓരോ മൃഗങ്ങളെ പിടിച്ചിട്ട് വരും. അതിൻ്റെ അമ്പാണ് അവരിവിടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഹൈറ്റെല്ലാം കണ്ട് ഇത്ര ഹൈറ്റിൽ തന്നെ ഉള്ളത്. ഇവിടെ കിടക്കാൻ അവർക്ക് ജസ്റ്റ് അവരിങ്ങനെ നിലത്ത് തന്നെയാണ് കിടക്കുന്നത്. ബെഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഇവരെല്ലാവരും താമസിക്കുന്നതെല്ലാം. ഇവർ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രമെല്ലാം കഴുകുന്ന ഇങ്ങനെ പുറത്തെല്ലാം വന്നിട്ട് അവിടെ ടാപ്പുണ്ട്, അവിടെയാണ്. വീടിൻ്റെ ഉള്ളിലൊന്നും അങ്ങനെ പൈപ്പ് ഉണ്ടാവില്ല. ഈ വില്ലേജെല്ലാം ഞാൻ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജനുവരി മാസം ഇവർക്ക് ഇവരുടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ആ സമയത്ത് എല്ലാ ആൾക്കാരും ചെറിയ കുട്ടികളും ഉൾപ്പെടെ അവരുടെ വസ്ത്രം ധരിച്ച് അവരുടെ രീതിയിലുള്ള ആ ഒരു കൾച്ചറൽ ഡ്രസ്സെല്ലാം ഇട്ടതിന് ശേഷമാണ് ആ ഒരു കൾച്ചറൽ ഡാൻസ് എല്ലാം ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്. വിശ്വാസപ്രകാരം ഇവർ ആണുങ്ങൾ തമ്മിൽ ആ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് പുറകിലടിക്കും, മുതുകിലടിക്കുന്ന സമയത്ത് ചോര വരണം. ചോര വന്നു കഴിഞ്ഞാൽ ആ വർഷം അവർക്ക് അടിപൊളിയായിട്ട് ഉണ്ടാവും. അതായത് ചോര വന്നിട്ടില്ലെങ്കിൽ വരുന്നവരടിക്കും. അങ്ങനെ ചോര വന്നു കഴിയുമ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ അതിൽ മഞ്ഞപ്പൊടി വെച്ച് മറിക്കും. മഞ്ഞപ്പൊടി വെച്ച് ഇങ്ങനെ അതിനെ മുറിവ് ഉണക്കും. അങ്ങനെയാണ് മുറിവാക്കിയിട്ടുള്ള. ആഫ്രിക്കയിലൊക്കെയാണ് ഇതുപോലെ മേത്തടിച്ച് മുറിവാക്കിയിട്ടുള്ള കുറേ ആചാരങ്ങളൊക്കെ ഉണ്ട്. 2025 ഇപ്പോഴും ഇങ്ങനെ ഈ 2025 ഇന്ത്യയിൽ ഇങ്ങനത്തെ ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇവിടെ നോക്ക്, ഒരു കുഞ്ഞ കൊച്ചാണ് വേറൊരു കുഞ്ഞ കൊച്ചിനെ പുറകിൽ ഇരുത്തേക്കുന്നു, ബാക്കിൽ ഇങ്ങനെ എടുത്തത് ഏറ്റി നടക്കുന്നൊക്കെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ജോലിക്ക് പോകുന്നുണ്ടാവും രാവിലെ തന്നെ. അപ്പോൾ വൈകുന്നേരം വരിക. അപ്പോൾ മൂത്ത മക്കൾ ചെറിയ മക്കളെ അവർ നോക്കും. അങ്ങനെയാണ്, എന്താ പറയുക, അമ്മയെപ്പോലെ തന്നെ അനിയനെ അനിയത്തിനൊക്കെ അവരാണ് നോക്കുന്നത്. മൂത്തത് ആരാണോ, ആണായാലും പെണ്ണായാലും അവർക്ക് താഴെയുള്ള സിബ്ലിങ്സുകളെയൊക്കെ നോക്കണം. ഇവിടെ ഏതോ വീട്ടിലെല്ലാം പുഴുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവർ പുഴുവിനെല്ലാം കഴിക്കുന്നു. അപ്പോൾ ആ പുഴുവിനെല്ലാം നോക്കാൻ വേണ്ടി വന്നേക്കാണ്. അവർക്കിങ്ങനെ ഈ മരത്തിൻ്റെ അടിയിൽ നിന്നെല്ലാം വൈറ്റ് കളറിൽ കിട്ടുന്ന പുഴുവാണ്. അപ്പോൾ അതെല്ലാം ഉണ്ടാവും. അതൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഇപ്പോഴാണ് ഇങ്ങനെ മാറി മാറി പല ഭക്ഷണങ്ങളും കഴിച്ചു തുടങ്ങിയത്. പണ്ടെല്ലാം ഭയങ്കര ആ ഒരു ട്രൈബൽ ഇവരുടേതായ ഭക്ഷണം തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഇവർ പണ്ട് വസ്ത്രം ധരിക്കില്ലായിരുന്നു, ഇപ്പോഴാണ് വസ്ത്രം ധരിച്ചു തുടങ്ങിയത്. അതും ഇപ്പോൾ പഴയ ആൾക്കാരും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഈ മാറൊക്കെ മറിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ മാലാഭരണങ്ങളും കഴുത്തിൽ വലിയ വലിയ തള, ആ വെയിറ്റുള്ള 1 കിലോ 2 കിലോ 3 കിലോ ഒക്കെ ഉണ്ടാവും കഴുത്തിലായത്. അത്രയും വെയിറ്റുള്ള മാലയൊക്കെ ഇട്ട് അവരങ്ങനെ മറിക്കുന്നതാണ്, അവരുടെ ശരീരം മറിക്കുന്നതാണ്. താഴത്ത് മാത്രം ഒരു കൈൻഡ് ഓഫ് കയ്യിൽ വെച്ച് നെയ്തെടുത്ത ഒരു നൂല് വെച്ച് ഉണ്ടാക്കിയ ഒരു സാധനമുണ്ട്. അത് മാത്രമാണ് അവർ താഴ്ഭാഗം മറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മോൾ ഭാഗമെല്ലാം മറിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മൊത്തം ഇങ്ങനെ മാലകളും പിന്നെ കഴുത്തിൽ ആ ഒരു വലിയ തളയും പിന്നെ തലയിലെ കുറേ സംഭവങ്ങൾ. കാരണം പണ്ട് മുടി വെട്ടാനും അങ്ങനെ മുടി മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും അവർക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ മുടി മൊട്ടടിക്കുമായിരുന്നു. അങ്ങനെ മൊട്ടടിച്ചിട്ട് മുടി വളർത്തില്ല. അങ്ങനെയാണ് ആ തലയിൽ ഇങ്ങനെ കവർ ചെയ്തൊരു സാധനം എല്ലാം ഇടും. അപ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെയാണ് പണ്ടത്തെ കാലത്തെല്ലാം. ഇപ്പം മുടി വെട്ടാനും എല്ലാ ഫെസിലിറ്റീസും വന്നുകൊണ്ട് തന്നെ അവർ മുടി വളർത്താൻ തുടങ്ങി. തലയിലൊന്നും ആ സാധനം ഇട്ടില്ല. ആ കഴുത്തിലെ സാധനം അവർ ഉറങ്ങുമ്പോൾ വരെ മാറ്റൂല, മരിക്കുന്നവരെ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ഇതാ അവരെല്ലാം പുഴുവിനെയും കൊണ്ട് വന്നേക്കാണ് കേട്ടോ. അയ്യോ, ഇതെന്തോ പോലെ ഉണ്ട്. ഇത് കഴിച്ചു നോക്കണം എന്നുണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടാ. പക്ഷെ കണ്ടിട്ട് എന്തോ പോലെ ഉണ്ട്. ഒരു മരത്തിനടിയിലുണ്ടാവുന്ന വെള്ള കളറുള്ള പുഴുവാണ്. വലുതാ, ചെറുതൊന്നുമല്ല. അവരുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ്. ഞാനിത് ഒരെണ്ണം കഴിച്ചു നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്കറിയില്ല, കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, പക്ഷേ കഴിച്ചു നോക്കാം. ഇവരെല്ലാവരും കഴിക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ കഴിച്ചാലും കുഴപ്പമില്ല. വേറെ ടൈപ്പ് ഓഫ് പുഴുവൊക്കെ ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്, അതത്ര കുഴപ്പം തോന്നിയിട്ടില്ല. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. അപ്പം ഞാൻ എന്തായാലും ഒരെണ്ണം എടുത്ത് കഴിച്ചോട്ടെ. ഇതാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോകുന്നത്. എന്താ ഇവർക്ക് എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ മാറുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്ക്, ഇതെന്താ പുഴുവാണെന്ന് വിചാരിച്ച് കഴിക്കണ്ട, വേറെ എന്തെങ്കിലാന്ന് വിചാരിച്ച് കഴിക്കാം. നന്നങ്ങോട്ട് വരാത്ത് തല മാത്രം കളഞ്ഞു. ഈ വെളിയിൽ വന്നിരിക്കുന്ന ഇതുവരെ കഴിക്കാത്തത് കൊണ്ടാണ്
നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഒന്നും അധികം കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നോക്ക്, ചുറ്റും അവർ ഇരുന്നിരുന്ന് ആ കല്ലൊക്കെ കറക്റ്റ് പ്ലെയിൻ ആയിട്ടാണ് ഉള്ളത്. ഇവരെന്തേലും എന്താ പറയുക, ഇപ്പോൾ ഒരു മൂപ്പൻ നടുവിൽ ഇരുന്നിട്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കില്ലേ, അതുപോലെ ചുറ്റും വട്ടം കൂടി ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ മീറ്റിംഗ് ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടോ, ഒരു സെൻറ്ററിൽ ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഇത്ര ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. ഇത് ഓരോ ഗ്രാമത്തിലും ഇതുപോലെയുള്ള ഏരിയ കാണാൻ പറ്റുന്ന പറയുന്നത്. എനിക്ക് ആ ഒരു മലയാളി അവരെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത്രയും ഇൻഫോർമേഷൻസും കാര്യങ്ങളും കാണാനും പറ്റില്ല. ഈ പുഴുവിനെ കാണാൻ പറ്റില്ല, ഉറുമ്പിനെ കാണാൻ പറ്റില്ല. എന്താ പറയുക, എൻ്റെ ഭാഗ്യം തന്നെയാണ് ഇവിടേക്ക് ഇരിക്കാനുള്ളതാണ്. കാരണം ഇവർക്ക് ഭാഷ അറിയാം, പിന്നെ ഇവിടുത്തെ ഇവർ 6 വർഷമായിട്ട് ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ എന്നെ ഇവർ പിടിച്ച് കെട്ടും. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ്, ഇവിടുത്തെ ലോക്കൽ ആൾക്കാർ പറഞ്ഞു, കുറച്ച് വർഷം മുന്നെയാണ് വന്നിരുന്നെങ്കിൽ നമ്മളെല്ലാം എന്താ പറയുക പിടിച്ച് കെട്ടിയിട്ടുണ്ടാവും, അങ്ങനെയെല്ലാം പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി എന്നെല്ലാം കാണുമ്പോൾ അവർ നല്ല ചിരിയും സംസാരം. കാരണം ഇവിടുത്തെ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറെ പോലെയാണ് അവർ, എന്താ പറയുക, ദൈവത്തിനെ പോലെ അങ്ങനെ ആ ഒരു മനസ്സിൽ അങ്ങനെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആ ഒരു മലയാളി അവരെ കാണുന്നത്. കാരണം അവർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരെയും ജീവൻ രക്ഷിക്കുന്നു. അവർ നേഴ്സായിട്ട് മുന്നേ വർക്ക് ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും സ്നേഹവും ഇതൊന്നും എനിക്ക് കിട്ടൂലേ. കാരണം ഇവർ കുറച്ചൊരു അഗ്രസീവ് ടൈപ്പ് ആളുകളാണ്. ആ പുള്ളിക്കാരി തന്നെ എൻ്റെ അടുത്ത് അതാണ് പറയുന്നത്. ഇപ്പം എല്ലാം നോക്ക് അവർ എത്ര മോഡേൺ ആയി എന്നുള്ളത്. അവരുടെ എല്ലാം ഡ്രസ്സിങ് എല്ലാം ഹുഡിയെല്ലാം ആയിട്ടുണ്ട്. പണ്ടെല്ലായിരുന്നെങ്കിൽ വേറെ തന്നെ ഡ്രസ്സിങ് ആയിട്ടുണ്ടാവും. എല്ലാ വീടും ഒരുപോലെ തന്നെ ഇരിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഒറ്റയ്ക്കെല്ലാം വന്നിരുന്നേ വഴിതെറ്റി പോയിട്ടുണ്ടാവും. എങ്ങനെ മനസ്സിലാക്കും? എല്ലാം ഒരേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഉണ്ടോ. അമ്മമ്മ എല്ലാം എന്തോ പറയുന്നുണ്ട് കേട്ടാ. അമ്മമ്മ എല്ലാം കുടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചിൻ്റെ 28ആയിരുന്നു. അവിടെ കണ്ട എനിക്കൊരു ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. കുമ്പളഞ്ഞ, നമ്മുടെ കക്കരിക്കയില്ലേ, കക്കരിക്കയല്ല വെള്ളരിക്കേൻ്റെ സെയിം പോലത്തെ ഒരു സാധനം. വെറുതെ ഉപ്പിട്ടിട്ട് കഴിക്കാം, പച്ചയ്ക്ക് കഴിക്കാം കേട്ടോ, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അമ്മമ്മ എല്ലാം ഫുഡ് കഴിക്കുന്നത് ആ 28-ന് ഒരു പരിപാടി ഉണ്ടായില്ലേ, ആ പരിപാടിക്ക് കിട്ടിയ ഫുഡാണ്. ചോറും ചിക്കൻ കറിയും പന്നിയൊക്കെയാണ്. ഇവർ ചിക്കൻ കറിയിൽ പപ്പായൊക്കെ ഇടും, പിന്നെ സൂപ്പ് പോലെ ഒരു ലോഡ് വെള്ളമെല്ലാം ഒഴിച്ച് അങ്ങനെയാണ് ഇവരെല്ലാം ചിക്കൻ കറി. ഒരു ചിക്കൻ പീസ് ഒക്കെ കിട്ടിയാലായി, പിന്നെ ഒരു പപ്പായൻ്റെ പീസ് കിട്ടും, അത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ഇവിടെയാണ് താമസിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ തന്നെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള താമസം ഇന്ന് എനിക്കാണ് കേട്ടോ. കാരണം എന്താ, ഒരു മാറ്റ് ഉണ്ട്. ആ മാറ്റ് എന്താ മലയാളി അവരെനിക്ക് തന്നതാണ്. പിന്നെ എൻ്റെ സ്ലീപ്പിംഗ് ബാഗ് 15 ഡിഗ്രിയാണ്, പക്ഷെ ഇവിടെ 10 ഡിഗ്രി വരെയൊക്കെ പോകും കേട്ടോ. എൻ്റെ ബാഗിൻ്റെ എല്ലാം കോലം നോക്ക്, ഫുള്ള് പൊടിയായിട്ടുള്ളത്. ഇന്ന് ആ ഒരു വണ്ടിയിലെല്ലാം കയറിയിട്ട് മൊത്തം പൊടിയടിച്ചിട്ടുണ്ട്. മാറ്റ് ഇട്ടിട്ട് കാര്യമില്ല, അതിന് പകരം ഈ മാറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഒരു സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുണ്ടല്ലോ, ഈ ഓറഞ്ച് സ്ലീപ്പിംഗ് ബാഗ്, അതും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്താ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുള്ളത്, നല്ല തണുപ്പുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചോറുണ്ട്, പിന്നെ എന്തോ ലീഫി വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറിയുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, ഇത് മറ്റേ അച്ചാറാണ്, അച്ചാറല്ല ചമ്മന്തിയാണ്. എന്താ പറയുക, പുളിയുറുമ്പെല്ലാം വെച്ചിട്ടുള്ള, ഉറുമ്പ് വെച്ചിട്ടുള്ള ചമ്മന്തി, പിന്നെ നാരങ്ങ അച്ചാർ, തൈര്, ഇത്രയായിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഗുഡ് മോർണിംഗ്. ഇന്നലെ കിടന്നുറങ്ങിയതേ ഇവിടെയാണ് കിടന്നുണ്ടായിരുന്നത്. എൻ്റെ 2 സ്ലീപ്പ് ബാഗിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ടാണ് കിടന്ന്. ഇനി അത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങണം. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫുൾ ജാക്കറ്റും ഫുൾ ഇങ്ങനെ തന്നെയാണ് കിടന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. തണുപ്പുണ്ടെങ്കിൽ പോലും ഉറങ്ങാൻ പറ്റി. ഇപ്പോൾ രാവിലെ ഒരു 7 മണി ആയിട്ടുണ്ട്. 7 മണിക്ക് എണീച്ച്, നേരത്തെ തന്നെ എണീച്ചു. ഒരു 11 മണിയായപ്പോൾ തന്നെ ഞാൻ കിടന്നുണ്ടായിരുന്നു. ഞാനിതാ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഉപ്മാവ് ഉണ്ടായിരുന്നു അവർ ആ മലയാളികളുടെ വീട്ടിൽ നിന്ന്. അങ്ങനെ ഉപ്മാവ് കഴിച്ച് ഇറങ്ങി. അവിടുത്തെ ആ ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ചേച്ചി എന്തോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങോട്ടോ പോയിരിക്കുകയാണ്, ഇവിടുന്ന് പുറത്തേക്കുള്ള വേറെ വില്ലേജിലേക്ക് കേട്ടോ. അവർക്ക് വേറെ വില്ലേജിലും ഡ്യൂട്ടി ഉണ്ട്. സോ ഇനിയിപ്പോൾ നടന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാനേ, മെയിൻ റോഡിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടെ നെറ്റ്വർക്ക് ഒന്നുമില്ല, നോ സർവീസാണ്. ഇന്നലെ രാത്രി മൊത്തം ആ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായത്. അവിടെ നെറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ മാപ്പ് എങ്ങോട്ടാണ് ഇന്ന് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. സാധാരണ രാത്രി ഞാൻ മാപ്പ് നോക്കിയിട്ടാണ് തീരുമാനിക്കുക. ഇന്നലെ മാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ മെയിൻ റോഡ് വല്ലതും എത്തിയിട്ട് എപ്പോഴാണ് റേഞ്ച് കിട്ടുകയെന്നറിയില്ല. റേഞ്ച് കിട്ടിയിട്ട് വേണം എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കാൻ കേട്ടോ.
കുറേ ദൂരം നടന്ന അവസാനം ദേ റോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ദേ ചെറിയൊരു വാട്ടർ സ്ട്രീമെല്ലാം കാണുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇതുവഴി ഇങ്ങനെ നടന്ന് തന്നെ കേട്ടോ പോകുന്നത്. വണ്ടിയൊന്നും വരുന്ന കാണുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചെല്ലാം കഴിയുമ്പോഴായിരിക്കും എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതൊരു ജംഗിളിൻ്റെ സെൻറ്ററിലല്ലേ. ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നല്ല, നെറ്റ്വർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഫോണിലിങ്ങനെ നോക്കിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇങ്ങനെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐഡിയയും കിട്ടാണ്ട് കിളി പോയിട്ടിരിക്കുകയാണ്. നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്ക് വണ്ടി കിട്ടിയത് നമ്മളാള് തന്നെയാണ്. ഇത് ഇന്നലെ എന്നെ അവിടെ കൊണ്ടാക്കിയില്ലേ ആളാണ് കേട്ടോ. ആളുടെ വണ്ടിയിൽ എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. സമാധാനായി, രക്ഷപ്പെട്ടു. അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട് ഇന്ന്. പക്ഷെ ആ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. മതിയായി ഒരു ദിവസം കൊണ്ട്. ഒരു ദിവസം അല്ലല്ലോ, കുറേ ദിവസം അവിടെ ലൂസ് മോഷനായിട്ട് കിടന്നില്ല. ആ കൊണ്ടുപോകുന്നെല്ലാം കള്ളാണ്. അവിടെ ഒരു ആൾ കൊണ്ടുപോയതെല്ലാം. കയറാപ്പുത്ത് വരെ പോകുമെന്ന് പറഞ്ഞാണ്. പക്ഷെ ആൾക്ക് പെട്ടെന്നൊരു കോള് വന്നു. അപ്പോൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് പിന്നെ ഞാനിനി നടന്നു പോകണം. ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടിയാൽ അങ്ങനെ പോകണം. ഇവിടെ നോക്കി ഇവരുടെ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാട്ടോ. നമ്മളെ നെയ്യപ്പൊക്കെ പോലത്തെ ഒരു ലൈറ്റ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതൊരു 3 എണ്ണം മേടിച്ചു. ഒരെണ്ണത്തിന് 5 രൂപ. ഒരു കൈൻഡ് ഓഫ് ക്രിസ്പിയാ. എണ്ണയും ശർക്കരയൊക്കെയാണെന്ന് തോന്നുന്നു. വണ്ടിയൊന്നും കാണുന്നില്ല, ഫുൾ പീസ്ഫുൾ. അങ്ങ് ദൂരം എല്ലാം കാണുന്നുണ്ടോ, കടുകാണ്. അവിടെ കളർ കണ്ടോ, ആ യെല്ലോ കളർ മൊത്തം കടുക. അതിൻ്റെ മുകളിലേക്ക് എന്തോ ടെമ്പിൾ ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ ഓം എന്ന് എഴുതിയെന്ന് കണ്ടില്ലേ. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഇതേ സ്റ്റെപ്പ് കാണുന്നുണ്ട്. നോക്ക്, കണ്ടാ, എന്തെങ്കിലും ടെമ്പിളായിരിക്കും. ഇവർക്ക് ഭയങ്കര അന്ധവിശ്വാസമാണ്. ബ്ലാക്ക് മാജിക്കിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ഇന്നലെ ആ മലയാളി ഫാമിലിനോട് സംസാരിക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞ്, ഒരു ഫാമിലി ഇങ്ങനെ ചിക്കൻ കഴിക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ആണി വീട്ടിലടിച്ചേക്കാണ്. അപ്പോൾ 1 വർഷം മൊത്തം നല്ലത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. ഹലോ, യെസ്, നിർത്തി. ഞാൻ കയറാപ്പുറത്തിലെത്തിയിട്ട് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 രൂപയ്ക്ക് ഇത് മേടിച്ച് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ ഒരു കൊതി. എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, അന്ന് ഞാൻ ട്രെയിനിൽ ഇറങ്ങി വന്നില്ലേ, ആ സ്ഥലത്തേക്കാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിച്ചില്ല. ചിലപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിലെ ട്രൈബൽ ഏരിയയിലേക്കൊക്കെ പോകാനാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ജയ്പൂരിലേക്ക് പോയിട്ട് അവിടുന്ന് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് സൈഡിലേക്ക് കൂടുതലും വേറൊരു ഏരിയയിലേക്കുള്ളതാണ്, ആന്ധ്രയിലേക്കുള്ള ഏരിയയാണ്. കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ്, ആന്ധ്ര, ഒഡീഷ ബോർഡർ, അങ്ങനെ 3ൻ്റെയും ബോർഡറാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഒഡീഷയിലാണ്. അപ്പോൾ മറ്റേ സൈഡിലേക്ക് പോയ ആന്ധ്ര, ഈ സൈഡിലേക്ക് പോയ ഛത്തീസ്ഗഡ് ഏരിയയിലേക്കാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.